ഒരാൾക്ക് ഇൽമില്ലെങ്കിലാണ് ബിദഅത്തുകാരനാവുക. ഖത്തറിലേക്കോ കുവൈത്തിലേക്കോ പോകുമ്പോൾ ചെല്ലിയ ബദർ മൗലിദ് തിരിച്ചു വരുമ്പോൾ ശിർക്കാവുന്നു. അതുകൊണ്ട് ഇൽമില്ല. നീണ്ട താടി, പേനൊക്കെ ഉഷാറായിട്ട് മേലേക്ക് വന്നിട്ടുണ്ട്, താടി താഴേക്ക് പോയിട്ടുണ്ട്. 2 CD 3 യൂട്യൂബ് ലിങ്കോ കിട്ടുമ്പോഴേക്കും മൂപ്പരുടെ മതം മാറിപ്പോയി. എന്തുകൊണ്ട്? ഇൽമില്ല. അതാ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി തന്നെ അവിടുത്തെ അസ്സവാദിർ എന്ന കിതാബിൽ പറഞ്ഞത്, ഒരാൾ സൂഉൽ ആഖിബ അഥവാ മോശം മരണം ഉണ്ടാകും എന്നുള്ളത് നേരത്തെ തന്നെ മനസ്സിലാവും ചിലരുടെ ജീവിതത്തിൽ. അതെങ്ങനെ? അയാൾ ബിദഅത്തുകാരനാവുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അയാൾക്ക് നല്ല മരണം ഉണ്ടാവില്ല. അല്ലാഹു നമ്മളെ അഹ്ലുകാരെയും കാത്തുരക്ഷിക്കട്ടെ. ഈ ബിദഅത്ത് കേരളത്തിലും അകത്തും പുറത്തുമെല്ലാം വിഷവിത്തുകൾ കൊണ്ടുവരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനാണ് നമ്മുടെ ഉലമാ സമസ്ത എന്നൊരു സംവിധാനം കൊണ്ടുവന്നത്. കാരണം അവർ ഇസ്ലാമിന്റെ അകത്തളത്തിൽ നിന്നുകൊണ്ടാണ് തറാവീഹ് മോഷ്ടിച്ചു, മരണ വീട്ടിലുള്ള സുഹൃത്തുക്കൾ മോഷണം നടത്തി, കുനൂത്തില്ല, മന്ത്രമില്ല, ഉറുക്കെഴുത്തില്ല, ഇങ്ങനെയെല്ലാം മോഷ്ടിച്ചു. ഈ മോഷണം നടത്തുന്നവർക്കെതിരെ പ്രതിരോധം തീർക്കണമെങ്കിൽ ഒരു സംഘടനാ സിസ്റ്റം ഇവിടെ വേണം. നിങ്ങൾ നോക്കൂ, ഉത്തരേന്ത്യയിൽ എത്ര കോടിക്കണക്കിന് മുഅ്മിനീങ്ങളുണ്ട്, എത്ര കോടിക്കണക്കിനുണ്ട്. കർണാടകയുടെയും കേരളത്തിന്റെയും എത്ര ഡബിൾ അവിടെ മുഅ്മിനീങ്ങളുണ്ട്. എന്തേ അവിടെ നമുക്ക് മുന്നേറ്റം പലപ്പോഴും സാധ്യമാവാതിരുന്നത്? അതിന്റെ കാരണം സംഘടനാ സിസ്റ്റം ഏറ്റവും മനോഹരമായി വർക്ക് ചെയ്തില്ല. അതിന് നേതൃത്വം നൽകാൻ സമസ്ത രൂപീകരണം ലക്ഷ്യം വെച്ച് മുന്നിലിറങ്ങിയ ആലിമീങ്ങളെ പോലെ നമുക്ക് ആരെയും കിട്ടിയില്ല എന്നുള്ളതാണ്. ഇത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് മദ്രസയും സംവിധാനങ്ങളും കേരളത്തിലേതുപോലെ കർണാടകയിലേതുപോലെ വേറെ എവിടെ ഉള്ളത്? ഇതാണ് നമ്മുടെ സംഘടനന്റെ ഒരു ബർക്കത്ത് എന്ന് പറഞ്ഞത്.